ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 9ാമത് പ്രൈലൻസ് ഫാമിലി കോൺഫറൻസിന്റെ ചിന്താവിഷയമായി നാം എടുത്തിരിക്കുന്ന വിഷയം ദൈവം എഴുതുന്ന പുസ്തകങ്ങൾ എന്നുള്ള വിഷയമാണ്. ദൈവം വാസ്തവത്തിൽ എഴുതുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. ഇങ്ങനെ ഒരു വിഷയം കാണുമ്പോൾ ദൈവം എഴുതുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ദൈവം എന്തായിരിക്കും എഴുതുന്നത്, എവിടെ എഴുതുന്നു, എന്താണ് എഴുതുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്കുണ്ടാകാൻ സാധ്യതകളുണ്ട്. അതിന് നമ്മൾ ആമുഖമായിട്ട് എടുത്തത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് നാം എടുത്ത് ഉദ്ധരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മോശയുടെ ദൈവത്തോടുള്ള റിക്വസ്റ്റാണ്. ദൈവം പറയുകയാണ്, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് എന്ത് ചെയ്യണം, മായ്ച്ചു കളയാം. അതിന്റെ അർത്ഥം അദ്ദേഹം വളരെ വേദനയോടാണ് അങ്ങനെ പറഞ്ഞത്. ആ സന്ദർഭം വളരെ വേദനാജനകമാണ്. ദൈവം വിളിച്ചിറക്കിയ മിസ്സൈമിൽ നിന്ന് ഇറക്കിയ ഇസ്രായേൽ അതപ്പതിച്ച സ്ഥിതി കണ്ടപ്പോൾ പറഞ്ഞു, നീ ഇവരെ ഒരിക്കലും നശിപ്പിച്ചു കളയരുത്, കാരണം എനിക്ക് ഒരു നിത്യജീവൻ തന്നിട്ട് ഇവർ നശിച്ചു പോകുന്നതിനേക്കാൾ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ആടുകൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയാൽ, പരാജയപ്പെട്ടു പോയാൽ ആ നേതൃത്വം പരാജയമാണ്, അതുകൊണ്ട് എനിക്കും വേണ്ട എന്നാണ് മോശയോട് പറയുവാനിടയാത്തത്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വളരെ വിഷമമുണ്ട്, പ്രയാസമുണ്ടെന്ന് പറയുവാൻ, പക്ഷേ നീ എഴുതിയ പുസ്തകത്തിലുണ്ടല്ലോ, എന്റെ പേര് നിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അത് അങ്ങ് മായ്ച്ചു കളഞ്ഞാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഞാൻ അത്രമാത്രം നീ എന്നെ ഏൽപ്പിച്ച ആടുകളെ ഞാൻ എന്ത് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. ആ ഒരു മനോഭാവത്തിലാണ് അങ്ങനെ മോശ എന്ന് പറയാനിടയാത്തത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത് 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, സർദീസിലെ സഭയോട് പറയുമ്പോൾ ഞാൻ അവന്റെ പേര് മായ്ച്ചു കളയാതെ എന്നാ പറയുന്നത്. മായ്ച്ചു കളയത്തില്ല, ഈ പുസ്തകത്തിന് പേരെന്ത് ചെയ്യത്തില്ല, മായ്ച്ച് കളയുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ ദൈവം ആരുടെയൊക്കെ പേരുകൾ എവിടെയൊക്കെ എഴുതുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നമ്മുടെ തുടർന്നുള്ള ഈ പഠനത്തിൽ നാം വെളിപ്പെടുത്തുവാൻ പോകുന്നത്. അതിനകത്ത് 12 വിധ കാര്യങ്ങൾ, 12 കൂട്ടരോട് ബന്ധത്തിൽ, 12 സ്ഥലങ്ങളോട് ബന്ധത്തിൽ, 12 നിലവാരങ്ങളുള്ളവരോട് ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എഴുതുന്നു എന്നാണ് എൻ്റെ ഒരു ചെറിയ പഠനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ദൈവാത്മാവ് എനിക്കത് വെളിപ്പെടുത്തി തന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് ആമുഖത്തിൽ പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളെ അതതിന്റെ സമയത്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ദൈവം എഴുതുന്ന പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ നോക്കുമ്പോൾ, ഒന്ന്, ദൈവം 2 രീതിയിൽ നമുക്കിതിനെ തിരിക്കാം. ദൈവം എഴുതുന്നതിന് നമുക്ക് 2ആയി വിഭജിക്കാം. ഒന്നാമത്തത് സ്വർഗത്തിൽ പേരെഴുതുന്നത്. സ്വർഗത്തിൽ പേരെഴുതുന്നത് അതിനകത്തുണ്ടോ? സ്വർഗത്തിൽ പേരെഴുതുന്നതിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 20-ാം വാക്യം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പി. ഒന്നാമത്തെ പാട്ട്, സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്നവർ. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ പേരെഴുതിക്കുന്നതിൽ എന്ത് ചെയ്യുക, സന്തോഷിപ്പീൻ. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിച്ച് വായിക്കാം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് അത്രേ സന്തോഷിക്കുക. ആരോടാ പറഞ്ഞെന്നറിയാമോ? യേശു 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത ശേഷമായി ശുശ്രൂഷ കൂടിയപ്പോൾ പഴയ നിയമത്തിലെ പോലെ 70 പേരെ കൂടിയെടുത്തു. ഇത് കർത്താവ് ചെയ്ത പഴയ നിയമത്തിന്റെ നിവൃത്തികരണമാണ്. 12 ഗോത്രങ്ങളുള്ള ബന്ധത്തിൽ അതിനുശേഷമായി 70 പേരെ അഡീഷണൽ ആയിട്ട് ദൈവം എടുക്കുന്നതിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നു. 70 പേരെ അയക്കുന്ന, 70 പേരെ മോശ കൂടാതെ 70 പേരെ കൂടി നിയോഗിക്കുന്നതായിട്ട് കാണാം. അതുപോലെ കർത്താവ് 70 പേരെ അയച്ച ശേഷമായി അവർ മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ പോയി നീ പറഞ്ഞതുപോലെ ചെയ്തു. എന്ത് ചെയ്തു? ഭൂതങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കീഴടങ്ങുന്നു. അപ്പോൾ ആരുണ്ട്? ഭൂതങ്ങളുണ്ട്. ഉണ്ടോ? ഭൂതങ്ങളുണ്ട്. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അതാ പറഞ്ഞു, അതിലല്ല സന്തോഷം. അത് സന്തോഷമുള്ള കാര്യമാണ്, അത് അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഭൂതശാന്തി നടക്കുന്നത്, ഭൂതം വിട്ടുപോകുന്നതൊക്കെ അനുഗ്രഹത്തിന്റെ കാര്യമാണ്. പക്ഷെ എങ്കിലും അതിലല്ല. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാം, സന്തോഷിപ്പാൻ പറഞ്ഞു. സന്തോഷിക്കുന്നു. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തിനാ സന്തോഷിക്കേണ്ടത്?
UK പെർമനന്റ് വിസ കിട്ടുന്നതുകൊണ്ടോ അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതുകൊണ്ടോ അതൊക്കെ നമുക്ക് സന്തോഷമാ. എന്നാൽ സ്വർഗത്തിൽ ഒരു പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലാണ് സന്തോഷിക്കേണ്ടത്. ഈ ലോകത്തിലെ ഏത് രാഷ്ട്രത്തിന്റെ ഒരു പൗരത്വം നമുക്ക് വേണം. പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരിയായി നിത്യമായൊരു പൗരത്വം നമുക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ എഴുതുന്നുണ്ട്. ആ പേര് എഴുതിയതിലാണ് നാം സന്തോഷിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് പകൽസയുടെ ആരും മൗനമായിട്ടിരിക്കാതെ പേര് സ്വർഗത്തിൽ എഴുതിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ജോലി കിട്ടിയതിനോ കൂലി കിട്ടിയതിനോ മക്കൾ അമേരിക്കയിൽ പോയതിനോ ലണ്ടനിൽ പോയതിനോ അല്ല സന്തോഷിക്കേണ്ടത്. നാം സന്തോഷിക്കേണ്ടത് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയതിനായി ഞാൻ എന്റെ ദൈവത്തിന് സന്തോഷിക്കുകയാണ്. പറഞ്ഞു നിങ്ങളുടെ സന്തോഷം ആരും എന്ത് ചെയ്തില്ല, എടുത്തുകൊണ്ട് പോകുന്നില്ല. ബാക്കിയുള്ളതൊക്കെ തീർന്നു പോകും. ജോലിയൊക്കെ വേണം നഷ്ടപ്പെടാം, അല്ലെ? നഷ്ടപ്പെടും. എന്ത് നഷ്ടപ്പെടാം? അതായത് താൽക്കാലികമാണ്. അതെല്ലാം ഇപ്പോൾ കാണുന്ന താൽക്കാലികതകളാണ്. അതെല്ലാം നഷ്ടപ്പെടും. പക്ഷേ ഒരിക്കലും നഷ്ടപ്പെടാത്തതൊന്നാണ് പേരവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്തുണ്ട്? നിത്യമായ സന്തോഷമുണ്ട്. സന്തോഷം. രണ്ടാമത് ദൈവം എഴുതുന്നത് ദൈവത്തോട് ചേർന്ന് വരുന്നവരെയാണ്, ദൈവത്തെ അനുസരിക്കുന്നവരെയാണ് സ്വർഗത്തിൽ ദൈവം എഴുതുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി വരുന്നത് സ്വർഗത്തിൽ പേരെഴുതുന്നവർ. നമ്മൾ അതേക്കുറിച്ച് അധികമായി ചിന്തിക്കും. രണ്ടാമത് ദൈവം എഴുതുന്ന ഒരു കാര്യമാണ്. എവിടെ എഴുതുന്നറിയാമോ? എവിടെ എഴുതുന്നത്? ഇപ്പൊ നമ്മൾ പഠിച്ചത് സ്വർഗത്തിൽ എഴുതുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ജീവവസ്തു മാത്രമേ ഉള്ളൂ. ജീവപുസ്തകം നമ്മൾ എടുക്കും, പഠിക്കും. ജീവപുസ്തകം എന്താണ്, എവിടെയാണ് ജീവപുസ്തകം ഇരിക്കുന്നത്, എന്താണ്, അതേക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും, നമ്മൾ ചിന്തിക്കും. ജീവപുസ്തകം എന്നുള്ള പേര് ഓർക്കുന്നത് ഞാൻ ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒരു പുസ്തകം എല്ലാവരും പറഞ്ഞു, ഏതാണ്? ജീവപുസ്തകം. ജീവപുസ്തകം ആരെഴുതുന്നതാണ്? ദൈവം എഴുതുന്ന ആണല്ലോ. അത് നമ്മുടെ ആരെയും തന്നിട്ടില്ല. അതിനകത്ത് ആരെ കൊണ്ട് എഴുതാൻ പറ്റത്തില്ല. കാരണം അത് എത്ര പെട്ടെന്ന് മാറി മറിയുന്ന അറിയാമോ, അല്ലേ? ഒരാൾ ജനിക്കുന്നു, ഒരാൾ മരിക്കുന്നു, എന്തെല്ലാം കാര്യം നടക്കുന്നത് ചിന്തിക്കാനോ പറ്റത്തില്ല. പറ്റുമോ? അത് മനുഷ്യ സൂപ്പർ കമ്പ്യൂട്ടർ കൊണ്ട് പറ്റത്തില്ല. അത് എഴുതാൻ ആർക്കേ പറ്റുള്ളൂ? പരിജ്ഞാനത്തെ ഉറവിടമായിരിക്കുന്ന സകല ജ്ഞാനവും ഗുപ്തമായിട്ടിരിക്കുന്ന ദൈവനുമാകുന്ന ക്രിസ്തുവിന് മാത്രമേ അതിൻ്റെ അകത്ത് പേരെഴുതാനും വായിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ശിഷ്യന്മാരെ കൊടുത്തിട്ടില്ല, ആടെയിലും കൊടുത്തിട്ടില്ല. ആടെയിലിരിക്കുന്നത് ദൈവം എഴുതുന്നത് ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. സ്തോത്രം. ദൈവം എഴുതുന്നത്. അതേക്കുറിച്ച് വരും. പക്ഷേ ഇത് വന്നപ്പോൾ പറഞ്ഞു പോയത്. അപ്പൊ സ്വർഗത്തിൽ എഴുതുന്ന പുസ്തകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു ഭാഗമാണ് ജീവപുസ്തകം എന്നുള്ളത്. എന്നാൽ അത് മാത്രമല്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പഠനത്തെ നമ്മൾ ചിന്തിക്കണം. എന്തൊക്കെയാണെന്ന് ചിന്തിക്കണം. അപ്പൊ അതിനകത്ത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ രണ്ട് രീതിയിലുള്ള രണ്ട് പാർട്ടുകൾ അതൊക്കെയാണ് പഠിപ്പിക്കാം. ഒന്ന്, സ്വർഗത്തിൽ എഴുതുന്നത് ആരുടെ പേര് എഴുതിയിട്ടുള്ളൂ? ആരെഴുതുന്നത്? അത് ദൈവമക്കളുടെ പേര്, ദൈവവുമായി ബന്ധമുള്ള പേരാണ് സ്വർഗത്തിൽ എഴുതുന്നത്. അതിൻ്റെ അകത്ത് ആർക്കും സംശയമില്ലല്ലോ. വാക്യ തെളിവ് കിട്ടിയല്ലോ. സംശയം ആർക്കെങ്കിലും ഉണ്ടോ അതിൻ്റെ അകത്ത്? ഇല്ല. ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് എഴുതിനകത്ത് ഞാൻ പറഞ്ഞു പോകുന്നതിനകത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അത് നിങ്ങൾ അംഗീകരിച്ചാൽ അംഗീകരിക്കാം. സ്തോത്രം. രണ്ടാമത് ദൈവം എഴുതുന്നത് മണ്ണിൽ എഴുതി വെക്കുന്ന പേരുകളുണ്ട്. മണ്ണിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എഴുതി വെക്കും. ഈ സ്വർഗത്തിലോട്ട് ദുഷ്ടന്റെ പേര് പോലും ദൈവം കൊണ്ടുപോകുന്നില്ല. എവിടെ എഴുതി വെക്കുന്നത്? മണ്ണിൽ എഴുതി വെക്കും. മണ്ണിനെ സ്നേഹിച്ച് മണ്ണായിട്ട് ജീവിച്ച് പഴയ സൃഷ്ടിയായിട്ടാ ജീവിക്കുന്നെങ്കിൽ ഈ കത്തി അയ്യപ്പെട്ടു പോകുന്ന മണ്ണിലെ എഴുതി വെക്കുള്ളൂ. എവിടെ എഴുതത്തില്ല? സ്വർഗത്തിൽ എഴുതത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതിന് തെളിവെന്താ? തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇരമ്യാവിന്റെ പ്രവചനം, അതിന്റെ ഇരമ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് കാണാൻ സാധിക്കും. ഇരമ്യാവിന്റെ പ്രവചനത്തിൽ 17-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളവരെ അവിടെ എഴുതി വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിലെഴുതി വെക്കും. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. യഹോവേ എന്നെ സൗഖ്യമാക്കണം. ദൈവത്തെ ഉപേക്ഷിക്കുന്നവരെ ദൈവം പറഞ്ഞു അവന്റെ പേര് എവിടെ എഴുതി വെക്കുന്നത്? എവിടെ എഴുതി വെക്കുന്നത്? മണ്ണിൽ എഴുതി വെക്കും. മണ്ണിൽ എഴുതി വെക്കും. ഈ ഫാമിലി കോൺഗ്രസ് വരുമ്പോൾ മണ്ണിൽ എഴുതപ്പെടണമോ വിണ്ണിൽ എഴുതപ്പെടണമോ എന്നുള്ളത് ഞാനെന്തെങ്കിലും
വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിൽ എഴുതണമോ അതോ മണ്ണിൽ എഴുതി ഇവിടം കൊണ്ട് തീർന്നു പോകുന്ന സാധാരണമായിരിക്കുന്ന ജീവിതമാണെങ്കിൽ ഇവിടം കൊണ്ട് തീർന്നു പോകും. അപ്പൊ ഇങ്ങനെ മണ്ണിൽ എഴുതി വയ്ക്കും. ആരെയെ മണ്ണിൽ എഴുതി വെക്കുന്നത്? ആരെയെ മണ്ണിൽ എഴുതി വെക്കുന്നത്? എന്നെ വിട്ടുപോകുന്നവരെ എന്ന് പറഞ്ഞാൽ ജീവന്റെ ഏവരും എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എന്ത് ചെയ്യും? എഴുതി വയ്ക്കും. ഇങ്ങനെ കർത്താവ് ഒരിക്കലും ഒരൊറ്റ എഴുത്ത് എഴുതി എവിടെ വെച്ചെന്നറിയാവോ? യോഹന്നാന്റെ സുവിശേഷത്തില് ആ ജീവിതത്തിൽ ആപദസഞ്ചാരിയായിരുന്ന സ്ത്രീയെ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ നിർത്തിയപ്പോൾ അവിടെ നോക്കി കർത്താവ് എന്ത് ചെയ്തു? നിലത്ത് കുരിഞ്ഞ് എന്ത് ചെയ്തു? മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഓരോരുത്തിന്റെ പേരും പാവവും എഴുതി വെച്ചു. എല്ലാവരും വണ്ടി വിട്ടുന്നവളെന്ന് സ്തോത്രം. എന്നെ വിട്ടുപോകുന്നവനെ മണ്ണിൽ ദൈവം എഴുതി വെക്കും. മണ്ണിൽ എഴുതി വെക്കും. സ്തോത്രം. എന്നാൽ അവളുടെ പേര് ദൈവ സ്വർഗത്തിൽ എഴുതി. അവൾ മാനസാന്തരപ്പെട്ടു. സ്തോത്രം. ചില പരീശന്മാര് എന്തെല്ലാം കണ്ടാലും മനസ്സിലാകത്തില്ല. പാരമ്പര്യത്തിന്റെ ആ കൊടുമുടി കിടക്കുന്നവർക്ക് ഒരിക്കലും ദൈവശബ്ദത്തെയോ ദൈവിക പ്രവൃത്തിയോ കണ്ടാൽ പോലും തിരിച്ചറിയാൻ കഴിയാതെ അതിൽ അവർ കുടുങ്ങിപ്പോകും. എന്നാൽ പാവനിയായിരിക്കുന്ന ആ സ്ത്രീ എന്ത് ചെയ്തു? അവളോട് പറഞ്ഞു, മേലിൽ എന്ത് ചെയ്തു? പാപം ചെയ്തെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ പേര് പാപം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇന്ന് വരെയുള്ള പാപം ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. നിന്റെ പേര് എവിടെ എഴുതും? സ്വർഗത്തിൽ എഴുതും. പാവിയെ സ്നേഹിക്കുന്ന, പാപത്തെ വെറുക്കുന്ന നസ്രയനാൽ മാത്രമേ ആ പേര് എഴുതുവാൻ കഴിയൂന്ന് അവനാണ് തീരുമാനിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാൽ മണ്ണിൽ എഴുതപ്പെട്ട എന്റെയും നിങ്ങളുടെയും പേര് ദൈവം എന്ത് ചെയ്തു? തന്റെ സ്നേഹത്താൽ, കുഞ്ഞാടിന്റെ രക്തത്താൽ ഈ മണ്ണിൽ വന്ന് അവന്റെ പുണ്യാകി രക്തം ഒഴിച്ച് മനുഷ്യ പാപത്തിന്റെ പരിഹാരമാക്കി തീർന്നതുകൊണ്ട്, ആ രക്തത്തെ ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് പറയാം എന്റെ പേരും മണ്ണിലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് പറയാൻ സന്തോഷിക്കാൻ കഴിയും, എന്റെ പേര് എഴുതിയിരിക്കുന്നത് മണ്ണിലല്ല, എന്റെ പേര് എഴുതിയിരിക്കുന്നത് സ്വർഗത്തിലാകുന്നു എന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ കരങ്ങളെ തട്ടി ഇന്ന് രഹസ്യം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഒരു ആത്മാവിന്റെ ഒഴുക്കിനകത്ത് വ്യാപരിക്കുവാൻ ഇടയാക്കിയ ദിവസങ്ങളിൽ അനേകര് ഈ ദിവസങ്ങളിൽ മണ്ണിൽ എഴുതപ്പെട്ടവരായി രക്ഷയില്ലാത്തവരായി ഇരിക്കുമ്പോൾ അവരുടെ നടുവിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പെന്തക്കോസ്തുകാർക്ക് സന്തോഷമുണ്ട്. ആരാധനയിൽ അവർക്ക് എന്തുകൊണ്ട് ബലമുണ്ട്. അവർ സന്തോഷിക്കും. ആരെങ്കിലും പറയുന്നത് കേട്ട് സ്വത്വം പറയുന്നവനല്ല, എന്തെങ്കിലും കേട്ട് ആരുടെയെങ്കിലും തമ്മിന്റെ ആ പാട്ടിൽ ഒച്ചത്തിൽ സന്തോഷിക്കുന്നതല്ല. ഉള്ളിൽ സന്തോഷമുണ്ടാകുമ്പോൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കുഞ്ഞാടി, നീ അരക്കുപൊട്ടി മണ്ണിൽ വന്ന് രക്തമൂറ്റിയത് കൊണ്ട്, മണ്ണിൽ എഴുതി വെച്ച സകല മനുഷ്യന്റെയും പാപങ്ങളെ ക്ഷമിച്ചതുകൊണ്ട് സ്വർഗത്തിൽ എഴുതുവാൻ വേണ്ടി അവൻ വിശ്വസിക്കുന്ന ഏവനും അവനോട് അടുത്തു വരുന്നവരെ ദൈവത്തെയും സ്വർഗത്തിൽ എഴുതും. എന്നാൽ അവനെ വിട്ടുപോകുന്നവർ ആരൊക്കെയാണെങ്കിലും, നീ ഈ സമൂഹത്തിൽ എത്ര ഉന്നതരാണെങ്കിലും, നീ എത്ര വലിയ ജോലിക്കാരനാണെങ്കിലും, എത്ര പാണ്ഡിത്യമുള്ള ആളാണെങ്കിലും, നീ എത്ര താഴ്ന്ന വ്യക്തിയാണെങ്കിലും, നീ എത്ര വലിയ ഉന്നത കുലജാതനാണെങ്കിലും, ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവത്തെ സ്നേഹിക്കാതെ ദൈവകൽപ്പനയെ വിട്ട് പിന്മാറിക്കഴിഞ്ഞാൽ ദൈവം പറയുന്നു, നിന്റെ പേര് മണ്ണിൽ മാത്രമേ കാണുകയുള്ളൂ. നിന്റെ പേര് അവിടെ കാണത്തില്ല, സ്വർഗത്തിൽ കാണത്തില്ല. രണ്ടായിട്ട് വിഭജിക്കാം. ഒന്ന്, സ്വർഗത്തിൽ എഴുതപ്പെടുന്നവർ. രണ്ട്, മണ്ണിൽ എഴുതപ്പെടുന്നവർ. സ്തോത്രം. സ്വർഗത്തിൽ എഴുതപ്പെടുന്നവർക്കായി ആരെക്കുറിച്ചാണ് നമ്മൾ തുറന്നു ചിന്തിക്കുന്നത്? മണ്ണിൽ എഴുതുന്നവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. മണ്ണിൽ ആരെക്കുറിച്ചാണ് എഴുതുന്നത്, ഈ സ്വർഗത്തിൽ ആരുടെ പേരൊക്കെയാണ് എഴുതപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ച പല വിഷയങ്ങൾക്കും ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് ഈ പഠന മുഖാന്തരം എനിക്കിടയായിട്ടുണ്ട്. കാരണം ദൈവാത്മാവ് ചിലതൊക്കെ വെളിപ്പെടുത്തി തരുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തും. ഞാൻ അടിസ്ഥാനമായിട്ടുള്ള പഠനത്തിൽ മാറ്റമല്ല വരുന്നത്. മാറ്റം വരുത്തേണ്ട സ്ഥലങ്ങളിൽ മാറ്റം വരുത്തി അത് മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവം സഹായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ച പ്രാരംഭ ഭാഗത്തെ കുറിച്ച് മനസ്സിലായില്ല. ആരൊക്കെയാണ് ഇനി ആരാണ് വിട്ടുപോയത്, ആരുടെ പേരാണ് മണ്ണിൽ എഴുതപ്പെട്ടത് ആർക്കെങ്കിലും പറയാമോ? ആരുടെ പേരാണ് ആദ്യം മണ്ണിൽ എഴുതപ്പെട്ടത് ആർക്കെങ്കിലും പറയാമോ? ആരുടെ പേരാണ് ആദ്യം സ്വർഗത്തിൽ എഴുതപ്പെട്ടത്? എന്തോ ആദ്യം എഴുതിയപ്പെട്ട പേര് ആദമിന്റെ പേരാണോ? ആരുടെ പേരാണ്? ചോദിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളത് അല്ലേ? ആരുടെ പേരാണ് ആദ്യം മണ്ണിൽ എഴുതിയത്? കൈന്റെ പേരാണെന്ന് പറയുന്നു. കൈനാണെന്ന് പറയുന്നത് എത്ര പേരുണ്ട്? അവർ കരങ്ങൾ ഉയർത്തുക. കൈന്റെ പേരാണ് മണ്ണിൽ എഴുതുന്നത് ആദ്യത്തെ പേരെന്നുള്ളത്. രണ്ട്, എന്തോ ആബേലിന്റെ പേരാണെന്ന് പറയുന്നു. അപ്പോൾ
ലൂസിഫറിന്റെ പേരാണെന്ന് പറയുന്നു. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ എവിടെ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പൊ ജീവപുസ്തകം എന്നുള്ളത് മനുഷ്യരുടെ ബന്ധത്തിൽ മാത്രമല്ല, സാത്താനുള്ള ബന്ധത്തിലാണ് ഇതിന് തുടക്കമിടുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും പഠിക്കുമ്പോൾ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ജീവപുസ്തകം എന്ന് പറയുമ്പോൾ, ജീവപുസ്തകം മനുഷ്യരുടെ ബന്ധം നമ്മൾ പഠിക്കുമ്പോൾ ലോകാരംഭം മുതൽ ലോകസ്ഥാപനത്തിന് എഴുതി തുടങ്ങി ഒടുക്കത്തെ നാളിൽ തുറക്കപ്പെടുന്നതാണ് ജീവപുസ്തകം. അതാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഈ വെളിപ്പാട് ദിവസം 21 അധ്യായം പഠിക്കുമ്പോൾ നമുക്കൊരു വാക്യം കാണാൻ സാധിക്കും. അത് കോൺട്രഡിക്ഷൻ ആകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ സാത്താനെ നരകാഗ്നിയിലേക്ക് തള്ളിയിടുന്നതുകൊണ്ട് അവന്റെ പേരും ജീവപുസ്തകത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവനെ തള്ളിയിട്ടുള്ളത് നമുക്ക് വ്യക്തത കിട്ടും. അതുകൊണ്ടാണ് ഈ 20 അധ്യായം 15 വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് 20 അധ്യായം 15 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യിൽ എന്ത് ചെയ്യും? തള്ളിയിടും. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഏത് ക്രിസ്തുവിനെയാണ് ആദ്യം തള്ളിയിടുന്നത്? കള്ളപ്രവാചനെ അവരെ ഒരുമിച്ചാണ് ഇടുന്നതിന് ശേഷമായിട്ടുള്ള മനുഷ്യരെ തള്ളിയിടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ ക്ലിയർ ആകത്ത് കുഴപ്പമെന്താ? ക്ലിയർ ആകത്ത് മൈക്ക് ഉപയോഗിക്കാതിരിക്കണോ? ഓക്കെ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യിൽ തള്ളിയിടുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഗോഗ് ബാഹു യുദ്ധം കഴിയുമ്പോൾ യുദ്ധത്തില് സാത്താനെ എന്ത് ചെയ്തുകൊണ്ട് അഗ്നിപൊയ്യിലേക്ക് തള്ളിക്കളയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവപുസ്തകത്തിൽ ദൂതന്മാരുടെ പേരുകളും എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ സ്ഥാപിക്കുന്നത്. ഇവിടെ ആരെയൊക്കെയാണ് തള്ളിയ? സമുദ്രം തങ്ങളോട് ഏൽപ്പിച്ചു കൊടുത്തു, പാതാളം തങ്ങളോട് ഏൽപ്പിച്ചു കൊടുത്തു, മരണവും തങ്ങളോട് ഏൽപ്പിച്ചു കൊടുത്ത് എഴുതി. ആരെ ഏൽപ്പിച്ചു കൊടുത്ത് എഴുതിയിട്ടില്ല. അത് പഠിക്കണം, വ്യാഖ്യാനിക്കണം. ഇങ്ങനെ എല്ലാം അങ്ങ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഇവിടെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മർമ്മമായിട്ട് രേഖപ്പെടുത്തി വെച്ചു. സമുദ്രം തന്നോട് ഏൽപ്പിച്ചു കൊടുത്തു, പാതാളം തന്നോട് ഏൽപ്പിച്ചു കൊടുത്തു, നരകം തന്നോട് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. പല ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നാം വളരെ ചിന്തിക്കുന്നത് സാത്താനായിരിക്കുന്ന ലൂസിഫർ അവനെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിയിടുന്നതുകൊണ്ട് അവന്റെ പേര് എവിടെയില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യമായി മണ്ണിലെഴുതിയ പേര് ആരുടെ പേരാണ്? ലൂസിഫറിന്റെ പേരാണ് അല്ലേ? ആദ്യമായി ജീവവസ്തുവിന്റെ പേർ നഷ്ടപ്പെട്ട പ്രഥമ വ്യക്തി ആരാണ്? ലൂസിഫറാണ്. അപ്പോൾ അതിനുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവം എഴുതിയ പുസ്തകങ്ങളുടെ ബന്ധത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതി തുടങ്ങിയ പുസ്തകം എന്നാണ് പ്രാരംഭ അധ്യായം, പ്രാരംഭ ഭാഗം. ഒന്നാമത്തെ പുസ്തകം അതാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം എഴുതി തുടങ്ങിയ പുസ്തകം. ആ പുസ്തകത്തിന്റെ പേരാണ് ജീവപുസ്തകം. സ്വർഗത്തിൽ പേരിരിക്കുന്ന ജീവപുസ്തകം. അതിൽ ആരുടെ പേരൊക്കെയാണ് എഴുതിയെന്ന് അറിയാമോ? ആരുടെ പേരൊക്കെ എഴുതി? ഇവരെ ഒരുമിച്ചാണ് സൃഷ്ടിച്ചത്. നമുക്ക് ലൂസിഫറിന്റെ സൃഷ്ടിയെക്കുറിച്ച് പ്രഭാത നക്ഷത്രങ്ങളുടെ ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദേവന്മാരായിരിക്കുന്ന ദൈവപുത്രന്മാരുടെ ബന്ധത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പർദീസവാസിയായ 2 സൃഷ്ടികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് പ്രഭാത നക്ഷത്രങ്ങളായിരിക്കുന്ന അരുണോദയപുത്രനായിരിക്കുന്ന ശുക്രനായിരിക്കുന്ന ലൂസിഫർ, അവനോട് സദൃശായിരിക്കുന്ന പ്രഭാത നക്ഷത്രങ്ങൾ. മറ്റൊരു കൂട്ടരാണ് വൈശ്യസദൃശായിരിക്കുന്ന ദൈവപുത്രന്മാരായിരിക്കുന്ന ദേവന്മാർ എന്ന് പറയപ്പെടുന്നവർ. ദൈവത്തിന്റെ അരുളപ്പാടുകളെ ലഭിക്കുന്നവരെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ അരുളപ്പാടുകളെ ലഭിക്കുന്നവരാണ് ദേവന്മാർ. നമ്മളതേക്കുറിച്ച് നേരത്തെ ചിന്തിച്ചിട്ടുള്ളതേക്കുറിച്ച് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാൻ വേണ്ടി ദൈവം ഇറങ്ങി വന്നിരുന്നത് സ്വർഗാസ്വർഗത്തിൽ നിന്ന് പരദേശം ഇറങ്ങി വരുമായിരുന്നു. അപ്പോൾ ആരുടെ മധ്യത്തിലാണ് ഈ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന? ആരുടെ മധ്യത്തിലാണ് അറിയിക്കുന്നത്? ദേവന്മാരായിരിക്കുന്ന ദൈവപുത്രന്മാരുടെ മധ്യത്തിലാണ് അറിയിക്കുന്നത്. അവിടെ അറിയിച്ചത് എന്താണെന്ന് അറിയാമോ? ദൈവം പറഞ്ഞു, ഒരു പുതിയ സൃഷ്ടി ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. അത് ഭൂമിയെ സൃഷ്ടിക്കും, അവിടെ മനുഷ്യനെ സൃഷ്ടിക്കും, മണ്ണുകൊണ്ടുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കും. അവരെ സൃഷ്ടിച്ച ശേഷമായി അവര് എന്നോടുകൂടി അവര് ചെറുതെന്ത് ചെയ്യും? സിംഹാസനത്തിൽ ഇരിക്കുമെന്നുള്ള ദൈവിക ആലോചനയാണ് ദേവസഭയിൽ ദൈവം പ്രസ്താവിച്ചത്. ദൈവം പ്രസ്താവിച്ചപ്പോൾ ഇത് ദൈവത്തെ മറച്ചുകൊണ്ടിരുന്ന കെരൂബായിരുന്ന ലൂസിഫർ അഥവാ അരുണോദയപുത്രനായിരിക്കുന്ന ശുക്രൻ കേട്ടു. അത് വിചാരിച്ചപ്പോൾ
എന്നെക്കാൾ ഇത്ര മിടുക്കനായിരിക്കുന്ന, സൗന്ദര്യസമ്പൂർണ്ണായിരിക്കുന്ന, ജ്ഞാനസമ്പൂർണ്ണായിരിക്കുന്ന എന്നെക്കാൾ വേറെ ഏതൊരു സൃഷ്ടി ഉണ്ടാകും എന്നുള്ളൊരു അഹങ്കാരം അവന്റെ ഹൃദയത്തിൽ വന്നപ്പോഴാണ് ദൈവനെ വെട്ടി എന്ത് ചെയ്ത് താഴേക്കിട്ടത്. അപ്പോൾ അവൻ വീണു, നിലത്തേക്ക് വീണു, ഭൂമിയിലേക്ക് വീണു, ഒന്നാമത്തെ ഭൂമിയിൽ വീണു. അപ്പോൾ അവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെടുകയും അവന്റെ പേര് എവിടെ എഴുതപ്പെടുവാൻ ഇടയാത്തീർന്നു? മണ്ണിൽ എഴുതപ്പെടുവാനും ഇടയാത്തീർന്നു. അപ്പോൾ മരണത്തിന്റെ ഉറവിടമായ പിശാചാകുന്ന സാത്താന്റെ പേരാണ് ഈ മണ്ണിൽ എഴുതപ്പെട്ടത്. ദൈവത്തെ വിട്ടുപോകുന്നതോടെ പേര് ഞാൻ എന്ത് ചെയ്യും? മണ്ണിൽ എഴുതി വെക്കും. ഒന്നാമത്തെ പാപം അഹങ്കാരമായിരുന്നു. ഇന്നത്തെ പാപം എന്താണ്? അഹങ്കാരം. അഹങ്കാരത്തെ കുറിച്ച് ഞാൻ വണ്ടിയിരുന്നപ്പം ഞാൻ ശ്രീഭാഷ ഞങ്ങൾ സംസാരിക്കാൻ ഇടയാത്തത്. നമ്മളെല്ലാരും കുറ്റം പറയുന്നവരാ, ഭരിക്കുന്നവർ അങ്ങനെയായി, അങ്ങനെ കാണിച്ച്, ഇങ്ങനെ കാണിച്ച് അഹങ്കാരികളാന്നൊക്കെ പറയും. എല്ലാരും പറയും. നമുക്കൊരു ചെറിയ ബോസ് കിട്ടുന്നുണ്ട്. ഞാൻ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും? അഹങ്കരിക്കും. നമ്മുടെ ദേവദാസന്മാർ തന്നെ എത്രയോ പേരുണ്ട് അല്ലെ? ഒന്ന് മിണ്ടാത്ത എത്ര പേരുണ്ട്, ഒന്ന് കൈ തരാത്ത എത്ര പേരുണ്ട് അല്ലേ? ഇവിടെ ഈ അഹങ്കാരം എന്നുള്ളത് അത് മനുഷ്യന്റെ ഉള്ളിൽ ഉയർന്നു കഴിഞ്ഞാൽ ദൈവം പറയും, നിന്റെ സാത്താൻ കൊമ്പുയർത്തിയിട്ടുണ്ട്. നല്ല കാറില്, നല്ല ആഹാരം, നല്ല ഡ്രസ്സ് കിട്ടി കഴിയുമ്പോൾ നമുക്കും അകത്തൊക്കെ ഒരു എന്തുണ്ടാകും? ഒരു ഇച്ചിരി ഒരു ഗമയൊക്കെ ഉണ്ടാകും. പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അന്ന് ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ വിചാരിച്ച് നമുക്ക് അല്പം ഒരു തലക്കനമൊക്കെ ഉണ്ടാകും. എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. ആരും അതിനകത്ത് വ്യത്യസ്തരായിട്ടില്ല. പിന്നെ വലിയ അധികാരികൾ വലിയ അധികാരം കാണിക്കുമ്പോൾ നമ്മളവരെ കുറ്റം പറയുന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് എല്ലാവരിലും ഇതുണ്ട്, എന്നിലും ഉണ്ട്, നിങ്ങളിലും ഉണ്ട് എന്ന് ആർക്കെങ്കിലും പറയാം. അഹങ്കാരമില്ലാത്ത ഒരൊറ്റ മനുഷ്യരില്ലാത്ത നല്ലൊരു സാരി ഉടുത്താൽ മതി, 2 ഇഞ്ച് ഹീല് പോകും. ഹീലിട്ട് ചെരുപ്പുകളുണ്ട്. നല്ലൊരു വാച്ച് കെട്ടിയാൽ മതി, എന്ത് ചെയ്യും? എല്ലാരെയും കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പരിശ്രമിക്കും. നല്ലൊരു കാറെ വന്നാൽ മതി, പ്രത്യേകതയായിരിക്കും. എന്നാൽ നമുക്ക് തന്നെ തോന്നും ഞാനാണ് ഇവരിലെല്ലാം എന്തോ വലിയ സംഭവമാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ സാത്താൻ വിചാരിച്ചു ഞാനൊരു സംഭവമാണ്, എന്നെക്കാൾ വലുതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് സിംഹാസനം ഇരുത്തണമെങ്കിൽ ആരെ ഇരുത്തേണ്ടത്? എന്നെയാണ് ഇരുത്തേണ്ടത് ചിന്തിച്ചു. ആ ചിന്ത വന്നപ്പോഴേ ദൈവം എന്ത് ചെയ്തു? അവനെ വെട്ടി എന്ത് ചെയ്തു? താഴേക്കിട്ടു. അങ്ങനെയാണ് വലിയ ഗർത്തമായി ഒന്നാമത്തെ ഭൂമി പാഴും ശൂന്യമായിത്തീർന്ന് ഇരുളിന്റെ ഉറവിടമായിത്തീർന്നു. അങ്ങനെ ഇരുളിന്റെ ഉറവിടമായിത്തീർന്ന എല്ലാവരുടെയും പേരെഴുതി വയ്ക്കുന്ന സ്ഥലമാണ് മണ്ണിൽ എഴുതപ്പെടുന്നത്. അതുകൊണ്ടെന്ന് പകൽ സമയം നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ പറയണം, കർത്താവേ, എല്ലാവരും സംഭവിക്കുന്നതാണ്, എല്ലാ മനുഷ്യരും സംഭവിക്കാം, സൃഷ്ടികൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ കാലഭേദം വരാതെ, കാലഭേദം കൊണ്ട് മാറ്റം വരാത്ത ഒരുവനുണ്ടെങ്കിൽ നസ്രയന് മാത്രമേ ഉള്ളൂ. അവനെപ്പോഴും അവൻ ഒരുപോലെയായിരുന്നു, ഒന്നുപോലെയായിരുന്നു. അവനൊരു മാറ്റം വന്നില്ല. അവനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു മാറ്റം വന്നില്ല. അവൻ ജനിച്ചു വളർന്ന് അവനെ എല്ലാവരും ഉയർത്തിയപ്പോഴും എല്ലാവരും ശാസിച്ചപ്പോഴും നിന്ദിച്ചപ്പോഴും എല്ലാം ഒരിക്കലും നമ്മുടെ കർത്താവ് എന്ത് ചെയ്തില്ല? അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നില്ല. 10 പേര് ഉയർത്തിക്കഴിഞ്ഞാൽ ഉയരുന്നതല്ല നമ്മുടെ കർത്താവ്. 10 പേര് താഴ്ത്തിക്കഴിഞ്ഞാൽ താഴ്ന്ന നമ്മുടെ കർത്താവ്. അവന് ഒരിക്കലും മാറ്റമില്ലാത്തവരായതുകൊണ്ട് ഇന്ന് പകൽ സമയം നമ്മുടെ ജീവിതത്തിലും ഉയർച്ച താഴ്ചകൾ വരാം. താഴ്ന്നു പോയി എന്നതുകൊണ്ട് നീ നിരാശപ്പെട്ടു പോകരുത്, മിണ്ടാതിരിക്കരുത്. നീ എന്തെങ്കിലും ലഭിച്ചു എന്നുകൊണ്ടുകൊണ്ട് തലക്കെന്ത് ചെയ്യരുത്, കനം പിടിക്കരുത്, നാം അഹങ്കാരികളായിട്ടത്. അപ്പൊ ഇതാണ് തുടക്കമിട്ടത്. അപ്പോൾ ആദ്യത്തെ സംഭവം നടന്നത് അതുവരെയും ഈ സൃഷ്ടികളായിരുന്ന പരദീസവാസികളായിരുന്ന പ്രഭാത നക്ഷത്രങ്ങളുടെയും അതുപോലെ ദൈവപുത്രന്മാരായിരിക്കുന്നവരുടെയും ഇടയിൽ അവരുടെ പേരുകൾ കുറിച്ചു വെച്ചിരുന്നു, സ്വർഗത്തിൽ എഴുതിയിരുന്നു. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പേര് അവിടെ ഉണ്ടായിരുന്നത്. അവരാണ് ആദ്യത്തെ ജീവപുസ്തക പേരിനുള്ള ബന്ധത്തിൽ, സൃഷ്ടികളുടെ ബന്ധത്തിൽ, നമുക്ക് മനസ്സിലാക്കി തന്ന ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധത്തിൽ, ഒന്നാമത്തെ ആകാശത്തോടും ഒന്നാമത്തെ ഭൂമിയോടുള്ള ബന്ധത്തിൽ തുടക്കമിടുമ്പോൾ ഇവരെ കുറിച്ച് ഇനി വേറെ ഏതെങ്കിലും സൃഷ്ടികളുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഈ തന്നിരിക്കുന്ന ബൈബിളിന്റെ അടിസ്ഥാനം ഇത് മാത്രമൊന്നും ഞാൻ പറയത്തില്ല.
ദൈവത്തിന് എവിടെയെല്ലാം ഏതെല്ലാം സൃഷ്ടികളുണ്ടെന്ന് അറിയാമോ? അവിടെ ഇത് മാത്രമാണെന്ന് പറയരുത്. അങ്ങനെയല്ല, നമുക്കറിയത്തില്ല. ദൈവം നമുക്ക് മനസ്സിലാക്കാൻ തന്നിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കുന്നത് പ്രഭാത നക്ഷത്രങ്ങളുടെ പേരും ദൈവപുത്രന്മാരുടെ പേരും ഉണ്ടായിരുന്നു. ഇത് ഉദാഹരണമായി പറയുന്നത്, ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ തന്നെ അവിടെ പ്രഭാത നക്ഷത്രങ്ങൾ ഉല്ലസിച്ചു, ദൈവപുത്രന്മാർ എല്ലാവരും ആനന്ദിച്ചെന്ന് പറഞ്ഞ ഭാഗം തിയോൻ ബസ്. അതുകൊണ്ടാണ് അവിടെ രണ്ട് നിവാസികളുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചു, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, സൃഷ്ടി ഉണ്ടായിരുന്നു. ഇവിടെ പേര് ദൈവത്തിൽ ഉള്ളതായതുകൊണ്ട് അവിടെ പേരാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ജീവവസ്തുവിൽ എഴുതപ്പെട്ടവരുടെ പേരുകളാണ് പ്രഭാത നക്ഷത്രങ്ങളുടെ പേരും ദൈവപുത്രന്മാരായിരിക്കുന്ന ദേവന്മാരുടെ പേരും എവിടെ ഉണ്ടായിരുന്നു? സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതാണ് പ്രാരംഭമായിട്ടുള്ള വിഷയം. ഒന്നാമതായി നാം ചിന്തിക്കുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പ് സ്വർഗത്തിൽ എഴുതി തുടങ്ങിയ ജീവപുസ്തകം. നമ്മൾ അതേക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കും. രണ്ടാമത്, ലോകസ്ഥാപനത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ. ഇവരെ കൂടാതെ രണ്ടുപേരുടെ പേര് കൂടി ജീവപുസ്തകം എഴുതി. എന്നാണെന്നറിയാമോ? ലോകം സ്ഥാപിച്ചപ്പോൾ ആരുടെ പേരാണ്? ആദമിന്റെ ഹവ്വയുടെ പേര്. ആദ്യ മാനവകുലത്തിൽപ്പെട്ട രണ്ടുപേരുടെ പേരുകൾ കൂടി എഴുതി. അതുകൊണ്ടാണ് ലോകസ്ഥാപനത്തിൽ എഴുതപ്പെട്ടവരുടെ പേര്. ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതപ്പെട്ട ആരുടെ പേരാണ്? അത് പർദീസാവാസിലായിരിക്കുന്ന പ്രഭാത നക്ഷത്രങ്ങളുടെയും ദൈവപുത്രന്മാരുടെയും പേരുകളാണ് ജീവപുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. ആ ജീവപുസ്തകത്തിലേക്ക് ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് ജീവശാസ്ത്രമൂതിയ ആദത്തിന്റെ പേരും അവനിൽ നിന്ന് അവന്റെ അസ്ഥിയിൽ നിന്ന് മാംസത്തിനെടുത്ത ഹവ്വയുടെ പേരും എന്ത് ചെയ്തു? ലോകസ്ഥാപനത്തിൽ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ 6 പ്രാവശ്യം ജീവപുസ്തകം എന്ന് പരാമർശിച്ചിട്ടുണ്ട്. 6 പ്രാവശ്യം എഴുതിയിരിക്കുന്നത്. ഏറ്റവും അധികമായി ജീവപുസ്തകം എന്നുള്ള പരാമർശം എഴുതിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. അത് ഏറ്റവും അധികമായി പറഞ്ഞിരിക്കുന്ന 6 ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3-ാം അധ്യായം അതിന്റെ 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത. അതിന്റെ 17-8 പറഞ്ഞിട്ടുണ്ട്. 20-ാം അധ്യായം 12-ാം അധ്യായത്തിൽ പറഞ്ഞ ജീവപുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം മറ്റൊരു പുസ്തകം തുറന്നു. 20-ന്റെ 21-ന്റെ 27 ജീവപുസ്തകം പേരില്ലാത്ത നഗരത്തിൽ കടക്കുകയില്ല. ഇങ്ങനെ 6 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ ജീവപുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അത് 6 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതിന്റെ തെളിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ 404 വാക്യമുള്ള വെളിപ്പാട് പുസ്തകം 22 വാക്യം ഒന്ന് ശ്രദ്ധയോടെ വായിച്ചിട്ട് ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് എഴുതി വെക്കണം കേട്ടോ. ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ചില വാക്കുകളൊക്കെ എടുത്തിട്ട് നമ്മൾ പഠിക്കണം. അതേക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിലായി എത്ര ആവശ്യമുണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനിയല്ല, ഇപ്പോഴത്തെ ഡിക്ഷണറികളോ പുതിയ ഗൂഗിൾ സെർച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ എടുത്തു തരും. അതിനേക്കാൾ നല്ലത് തനിയെ ഒന്ന് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജീവപുസ്തകത്തെ കുറിച്ചാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജീവപുസ്തകം പേരെഴുതിക്കുന്നതിൽ ഉണ്ടെങ്കിൽ ഭാഗ്യവാനാണെന്ന് പറയും. ഇപ്പൊ ജീവപുസ്തകം മാത്രമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ? അല്ല. അതിന് തെളിവായിട്ട് ഞാൻ 2-3 പുസ്തകങ്ങളുടെ പേര് പറയാം. അപ്പോൾ അത് ജീവപുസ്തകം അല്ല എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം. ഈ സെഷൻ തീരുന്നതിനുമായി ഒരു സംശയം തന്ന് ചോദിച്ച് ഞാൻ സംശയം ഇത് നിർത്തും. അതിന് ഉത്തരവുമായിട്ട് അടുത്ത സെഷനിലേക്ക് വരണം എല്ലാവരും. ഇവിടെ ജീവപുസ്തകത്തെ കുറിച്ച് മനസ്സിലാക്കി. സ്വർഗത്തിൽ പേരിരിക്കുന്ന ജീവപുസ്തകത്തിലാണ് ആദത്തിന്റെയും ഹവ്വയുടെയും പേര് എഴുതിയത്. എന്നാൽ അതിലൂടെ മാത്രമല്ല, അങ്ങനെ ആദത്തെ ഹവ്വയെ മാത്രം സൃഷ്ടിക്കാതെങ്കിൽ അവർ ഏതിൽ മാത്രം നിന്നാൽ മതിയായിരുന്നു. ദൈവം പറഞ്ഞിരുന്നു അവനോടുകൂടെ സ്വർഗത്തിൽ സിംഹാസനിക്കുന്ന ഒരു മണവാട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതേക്കുറിച്ച് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം അതിന്റെ എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദ്യ ജാതന്മാരുടെ സഭയെന്ന് പറഞ്ഞു. ഇതിലുണ്ടോ? ആദ്യ ജാതന്മാരുടെ സഭ എന്നൊരു പുസ്തകം അവിടെ ഉണ്ട്. എന്നാൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? സത്യസഭയോട് പറഞ്ഞത്, ഞാൻ അവന്റെ പേര് മായ്ച്ചു കളയാം, ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തികവുള്ളോട് പറഞ്ഞതല്ലേ സർവീസിലെ സഭ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ സ്വർഗത്തിൽ പേരിരിക്കുന്ന മായ്ച്ചു കളയത്തില്ല എന്ന് പറഞ്ഞില്ല? അല്ലേ? പിന്നെ സുവിശേഷ ഘോഷണത്തിൽ ശക്തമായി പോരാടിയ
ഒരുവരെ കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞു 4-ാം 3-ാം വാക്യത്തില് ജീവോസിൽ പേരുള്ള ക്ലയമന്ത് മുതലായോ എന്ന് പറഞ്ഞാൽ ശക്തമായി പോരാടിയ ഒരു വ്യക്തിയാണ് ആര്? ക്ലയമന്ത്. പക്ഷെ എവിടെ എഴുതിയിരിക്കുന്നത്? ജീവസ്ഥലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നാണ് ഈ പേരൊക്കെ മാറ്റി എഴുതുന്നത്? പുതിയ നിയമവിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പഴയ നിയമവിശുദ്ധന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 87-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് 87-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 86-ാം വാക്യം പറഞ്ഞിരിക്കുന്നത് യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ. സങ്കീർത്തനം വായിച്ചാട്ടത് 87-ന്റെ 6, 87-ാമത്തെ 6-ാം വാക്യം, 87-ന്റെ 6. യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും. കിട്ടിയ ഭാഗം കിട്ടിയോ? 87-ന്റെ 6 സങ്കീർത്തനം. ആ ആ ആ എന്റെ ഉറവുകളൊക്കെ നിന്നിലാകുന്നുവെന്ന് ആര് പറയും? സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. ആരാണ് സംഗീതക്കാർ? ആരാണ് നൃത്തം ചെയ്യുന്നവർ എന്നുള്ളത് വെളിപ്പാട് നമുക്ക് സങ്കീർത്തനം 68-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. 68-ാം അധ്യായത്തിൽ പറയുമ്പോൾ 68-ന്റെ 25-ാം വാക്യം വായിക്കണം. 68-ന്റെ 25, 68-ന്റെ 25-ാമത്തെ വാക്യം, 68-ന്റെ 25-ാമത്തെ വാക്യം. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പ് കൂട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. അപ്പൊ സംഗീതക്കാരെ കുറിച്ചും നൃത്തം ചെയ്യുന്നവരെ കുറിച്ചും പറഞ്ഞു കിട്ടി. പക്ഷേ എന്തിനെ കുറിച്ച് പറഞ്ഞില്ല? വീണക്കാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ അവരെ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അല്ലെ? അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ വായിച്ചു പോകാം പെട്ടെന്ന്. എന്താണ് നമ്മൾ തുടർന്ന് പഠിക്കുന്നത് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് എന്റെ സംശയവും ചോദ്യതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്, ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പേര് എന്താണ് കർത്താവ് വളർച്ച പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആദിജാതന്മാരുടെ പേരിൽ എഴുതുന്നത്. അതുപോലെ മണ്ണിൽ എഴുതി വെക്കുന്ന പേരിൽ ആരുടെ പേരാണ് ആദ്യം എഴുതിയത്? ലൂസിഫറാണ് എഴുതി വെച്ചത്. എന്നാൽ അവൻ പാപിയാണോ കഠിനപാപിയാണോ എന്ന് എപ്പോഴാണ് ദൈവം എഴുതി വെക്കുന്നത്? പാപിയാണോ കഠിനപാപിയാണോ എന്ന് ദൈവം എന്ത് ചെയ്യും? അത് പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ എഴുതണ്ടേ? മണ്ണെടുപ്പിച്ച് എഴുതണ്ടേ? എന്നാണ് എഴുതുന്നത്? എപ്പോഴാണ് എഴുതുന്നത്? അപ്പോ ജീവവസ്തുക്കളുള്ള നിത്യജീവനുള്ള എല്ലാവരുടെയും പേര് ജീവവസ്തുണ്ട്. അവരിൽ നിന്ന് സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയുടെ കൂട്ടത്തിൽ എന്നെഴുതും, നഗരത്തിൽ എന്നെഴുതും, ഗോപുരങ്ങളിൽ എന്നെഴുതും, മതിലിൽ എന്നെഴുതും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, പഠിക്കണം. എന്നാണ് എഴുതുന്നത്? ഞങ്ങൾക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ എപ്പോഴാണ് എഴുതുന്നത് പറഞ്ഞാൽ മതി. ഇങ്ങനെ നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ്സുകൾ തീർന്ന് നാളെ ബോട്ടിങ്ങിന് പോകാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നാളെ ബോട്ടിങ് ഇല്ലായിരിക്കും. നിങ്ങളാകെപ്പാടെ ഞങ്ങൾ ഇത്രയും പേര് വന്ന് ഇത്രയും കഷ്ടം ബോട്ടിങ്ങിലാന്ന് പറയും. അല്ലേ? ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു കാര്യം അല്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ നാളെ ബോട്ടിങ്ങിന് ഒരു കുഴപ്പമില്ല, നമ്മൾ കാലാവസ്ഥയിൽ പോകണം. ഞാൻ പറഞ്ഞത് പറയാൻ പറ്റുമെങ്കിൽ പറയുക. ഞാൻ വേഗത്തിൽ എവിടെയൊക്കെയാണ് ആരുടെയൊക്കെ പേരുകൾ എഴുതിയിരിക്കുന്നുള്ളതിന്റെ പാർട്ടുകൾ പറഞ്ഞ് എൻ്റെ ഭാഗം ഈ അവതരണം അവസാനിപ്പിക്കാൻ ശേഷം വിശദമായി നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. 2 പാർട്ടാണ്. ഒന്ന്, സ്വർഗത്തിൽ എഴുതുന്ന പുസ്തകങ്ങൾ എന്നതിനകത്ത് സ്വർഗത്തിൽ എഴുതുന്ന പുസ്തകങ്ങൾക്കകത്ത് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ലോകസ്ഥാപനത്തിന് മുമ്പ് സ്വർഗത്തിൽ എഴുതി തുടങ്ങിയ ജീവപുസ്തകം, ലോകസ്ഥാപനത്തിൽ ജീവപുസ്തകത്തിൽ പേര് എഴുതപ്പെട്ടവർ, ലോകാരംഭം മുതൽ ഒടുക്കത്തെ നാൾ വരെ ജീവപുസ്തകത്തിൽ പേര് എഴുതപ്പെടുന്നവർ. ലോകാരംഭം മുതൽ ഇതിനെല്ലാം വ്യത്യാസമുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പ്, ലോകസ്ഥാപനത്തിൽ, ലോകാരംഭം മുതൽ ഒടുക്കത്തെ നാൾ വരെ ജീവപുസ്തകത്തിൽ പേര് എഴുതപ്പെടുന്നവർ. പഴയ നിയമശേഷന്മാരായ ദൈവഭക്തന്മാരുടെ പദവി അല്ലെങ്കിൽ പേര് എഴുതി തുടങ്ങിയ പുസ്തകം. അതിശേഷ പദവിയായ പുത്രത്വം പ്രാപിക്കുന്ന പേര് തുടങ്ങിയ പുസ്തകം. പുതിയ നിയമശേഷന്മാരായ സഹോദര പദവികളുടെ പേര് തുടങ്ങിയ പുസ്തകം. എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്ന സഹോദര പദവികളുടെ പേരുകൾ എഴുതപ്പെടുന്ന പുസ്തകം. 8ാമത്, എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്ന സഹഭക്തന്മാരുടെ പേര് എഴുതുന്ന പുസ്തകം. ഇങ്ങനെ 8 നിരകളിലുള്ളവരുടെ പേരുകൾ എഴുതുന്ന പുസ്തകം ദൈവത്തിന്റെ കയ്യിലുണ്ട്. 8 നിലവാരങ്ങളുള്ളത്. അതിൽ നമ്മള് ലോകസ്ഥാപനത്തിന് മുമ്പ് വരത്തില്ല, ദൈവസ്ഥയിൽ വരത്തില്ല. ഇനി എതിർക്രിസ്തു ഭരണത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടുന്ന് എടുക്കപ്പെടും. അതിനാ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു.
നമ്മുടെ പേര് എവിടെ എഴുതിയിരിക്കുന്നുള്ളത് മനസ്സിലാകണം. രണ്ടാമത്തെ പാർട്ട് നമ്മൾ മനസ്സിലാക്കിയത് മണ്ണിൽ എഴുതപ്പെടുന്നവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ് മണ്ണിൽ എഴുതി തുടങ്ങിയ പുസ്തകം ആളുടെ പേരാണ് ആദ്യം എഴുതി നമ്മൾ മനസ്സിലാക്കി. രണ്ട്, ലോകാരംഭം മുതൽ ഒടുക്കത്തെ നാൾ വരെ പാപം ചെയ്യുന്നവരുടെ പേര് എഴുതി തുടങ്ങിയ പുസ്തകം. ലോകാരംഭം മുതൽ ഒടുക്കത്തെ നാൾ വരെ കഠിനപാപം ചെയ്തവരുടെ പേര് എഴുതി തുടങ്ങിയ പുസ്തകം. നിത്യ നരകാഗ്നിയിലേക്ക് ജീവനോടെ തള്ളപ്പെടുന്നവരുടെ പേരുകൾ എഴുതപ്പെടുന്ന പുസ്തകം. ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ മണ്ണിൽ എഴുതി, പക്ഷേ ഇതിനകത്ത് കഠിനഭാവിയാണോ ഭാവിയാണോ എന്നൊന്നുമില്ല. അതുപോലെ എടുക്കപ്പെടുന്നവരുടെ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോഴും അന്നേരമാണ് ദൈവം തീരുമാനിക്കുന്നത്. ഇന്ന് പകൽ സമയം ഇത്രയും 12 വിധ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനാണ് തുടർന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. കിട്ടുന്ന സമയത്തിന്റെ പരിധിക്കുള്ളിൽ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ഈ പഠനം പൂർത്തീകരിക്കുന്നതായിരിക്കും. സബ്ജക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാം മനസ്സിലായെങ്കിൽ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ആശീർവാദം പറയണമായിരുന്നു. പക്ഷേ ഒരു ഉള്ളടക്കം മാത്രം തന്നിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്നുള്ളത് നിങ്ങൾക്കത് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നും മനസ്സിലായിട്ടില്ലാത്തവർ കരം ഉയർത്തുകയും വേണ്ട. സ്തോത്രം. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്ക് കരം ഉയർത്തേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഈ പ്രാരംഭ സെഷൻ ഞാൻ അവസാനിപ്പിക്കുന്നത് പറഞ്ഞിരിക്കുന്ന എല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിൽ പേര് എഴുതപ്പെടണമോ മണ്ണിൽ എഴുതപ്പെടണമോ, അതിൽ ഈ നമ്മൾ സ്വർഗത്തിൽ പേര് എഴുതപ്പെട്ട് കഴിഞ്ഞാൽ ഏത് നിലവാരത്തിലേക്ക് എഴുതപ്പെടണം എന്നുള്ളത് ആരാ ആഗ്രഹിക്കേണ്ടത്? ദൈവത്തിന് നമ്മളെല്ലാവരും അവന്റെ തലയോളം വളരണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് മാത്രമേ അങ്ങയുടെ ആഗ്രഹമുള്ളൂ. അല്ലേ? വേറെ ആർക്കും അങ്ങയുടെ ആഗ്രഹമില്ല. വേറൊരാൾ വളർന്നത് കാണുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും ഇടിച്ചിരുത്താനേ നോക്കുള്ളൂ. പക്ഷേ ദൈവം മാത്രമാണ് അവന്റെ തലയോളം വളരണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ പദവി അലങ്കരിക്കുവാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ പേരിന്ന് സ്വർഗത്തിൽ ജീവത്തിൽ പേരെഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരു നാൾ ആദിജാതന്മാരുടെ പേരിൽ ഉൾപ്പെടുത്തും എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പറയാം. അതിനുള്ള അവസരം നിങ്ങൾക്ക് തരുന്നു. അടുത്ത സെഷൻ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ഉത്തരം കണ്ടെത്തും. അതുവരെയും ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പറഞ്ഞിരിക്കുന്ന സമയത്തിന്റെ പരിധിക്കുള്ളിൽ ഈ ഒന്നാമത്തെ സെഷൻ, ഇപ്പോഴത്തെ ഈ രണ്ടാമത്തെ സെഷൻ, ഇതിന്റെ വിഷയാവതാരണത്തോടുകൂടി ഞാനിത് പരിസമാപ്തിയിലാക്കുമ്പോൾ ഒന്നുകൂടി വിളിച്ചു പറയട്ടെ. സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതുന്നുണ്ട്, അതുപോലെ മണ്ണിൽ ദൈവത്തെ വിട്ടുപോകുന്നവരുടെ പേര് എഴുതുന്നുണ്ട്. നമുക്ക് ഇന്ന് കാര്യം ദൈവത്തെ സ്തോത്രം ചെയ്യാം. നാം വിട്ടുപോകുന്നവരായിട്ടല്ല, ചേർത്ത് കൊള്ളപ്പെടുന്നവരായിട്ടിരിക്കാൻ സ്വർഗത്തിൽ എഴുതപ്പെട്ടവരായി ദിവസം ഏറ്റവും അതിശ്രേഷ്ഠമായിരിക്കുന്ന ആ പുത്രത്വം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ കൂടി വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. സവിസ്തരം ദൈവം എത്തിക്കുന്ന ആ സമയത്തിന്റെ പരിധിക്കുള്ളിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നതായിരിക്കുമെന്ന് ദൂത് കൈമാറിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ്സിന് വിരാമിടുന്നു. ഈ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.